ഹലോ, അങ്ങനെ ഞാൻ കാത്തിരുന്ന ഡേ വന്നെത്തി. എന്താണെന്നല്ലേ, എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഓണം സെലിബ്രേഷൻ. എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അതിന് നീ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നതായിരിക്കും അല്ലേ? കാരണം എൻ്റെ പി ജി ലൈഫിലെ ലാസ്റ്റത്തെ ഓണം സെലിബ്രേഷനാണിത്. അപ്പോൾ രാവിലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഗെയിംസ്, പക്ഷേ അത് നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും അല്ലേ? ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് എല്ലാ ഗെയിംസിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റുഡൻസിനെക്കാട്ടും എന്തുകൊണ്ടും പവർഫുൾ എപ്പോഴും ടീച്ചേഴ്സ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യയിലേക്ക് കടന്നു. ഓണം ആയാലും എൻ്റെ മെയിൻ എന്താ, സദ്യ. അപ്പോൾ സദ്യ ഇല്ലാത്ത ഓണം ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അന്നത്തെ ഫുഡും. നമ്മൾ സദ്യയൊക്കെ ഗംഭീരം തന്നെയായിരുന്നു. പായസവും കറികളും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാലും ആർക്കും ഒരു മോശം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളിൽ അവിടെ പകുതിയും നോർത്ത് ഇന്ത്യൻസാണ് ഉണ്ടായിരുന്നത്. നോർത്ത് ഇന്ത്യൻസ് വെച്ചാൽ നമ്മുടെ പി എച്ച് ഡിക്കാരൊക്കെ ഹിന്ദിക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിപാടി നടന്നത് രാവിലെ തൊട്ട് ഉച്ച വരെ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള പ്രോഗ്രാമും ഉച്ചയ്ക്ക് ശേഷമാണ് യൂണിവേഴ്സിറ്റി മൊത്തത്തിലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനാണ് നിന്നത്. അതുമാത്രം നമുക്ക് ഓണപ്പൂക്കള മത്സരം ഉണ്ടായിരുന്നു. നമുക്കാണ് ഇപ്രാവശ്യം സെക്കൻഡും കിട്ടി. അത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ബട്ട് വി ആർ സോ ഹാപ്പി. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓണപ്പരിപാടിയിലെ മെയിൻ ഗസ്റ്റാണ് നമ്മുടെ വി സി. നമ്മൾ വന്ന ടൈമിൽ വി സി ഉണ്ടായിട്ടില്ല. ഈ വർഷമാണ് വി സി ജോയിൻ ചെയ്തത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓണപ്പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ച് പോയി, ഇപ്രാവശ്യത്തെ പരിപാടിയേ പോയി. പക്ഷേ കുട്ടികളൊന്നും അതിനൊട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എല്ലാവരും എൻജോയ് ചെയ്ത്. അതിനുശേഷം ഒരു മെഗാ തിരുവാതിര ഉണ്ടായി. ഓണവിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.